അവളെ കണ്ടേ പറ്റൂ. എനിക്ക് പോണം ജോസെ. ഞാൻ എന്റെ മോളുടെ അടുത്ത് ഉണ്ടായേ പറ്റൂ. അല്ലെങ്കിൽ എന്റെ മോളെ ഞാനല്ലേ നോക്കേണ്ടത്. ഞാൻ നോക്കോളാം. ഈശ്വര. ജോസേട്ട കുഴപ്പാവൂ? അല്ലെങ്കിലും ഒരമ്മയോട് എന്ത് മറച്ചു വെക്കാനാ? ഡോക്ടർ എന്താ പറഞ്ഞേ മാം? കുറച്ച് പ്രശ്നമാണ് സിനി. ഇതിപ്പോ കൃഷ്ണയാണ് ട്രീറ്റ്മെന്റിൽ കിടക്കുന്നതെന്ന് പോലും പറയാൻ പറ്റാത്ത അവസ്ഥയാണല്ലോ. നവീനും അമ്മയൊക്കെ കാവല് നിൽക്കുവാണല്ലോ. അവരെല്ലാവരും വല്ലാത്തൊരു അവസ്ഥയിലാണല്ലോ ഉള്ളത്. മമ്മി ഇവിടെ തന്നെ നിന്നാലേ ആക്സിഡന്റ് ഉണ്ടാക്കിയത് ഞാനാണെന്ന് അറിയാനുള്ള സാധ്യതയുണ്ട്. മമ്മി, നമ്മളിവിടെ നിൽക്കുന്ന തൊട്ട് സേഫ് അല്ല, നമുക്ക് പോണം. ഇപ്പൊ അതൊന്നുമല്ല പ്രധാനം, കൃഷ്ണയുടെ ജീവനാണ്. മമ്മി, ഞാൻ പറയുന്നതിന്റെ സീരിയസ്നെസ് ഒന്ന് മനസ്സിലാക്കൂ. ഞാനും നവീനും തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ ഞങ്ങൾ സംസാരിച്ച് തീർന്നതാ. അത് ഇപ്പൊ ഞാൻ ഇവിടെ എങ്ങനെ നിൽക്കുന്നേ? എന്റെ പേരിലുള്ള ഒരാൾ അകത്ത് കിടക്കുമ്പോ എനിക്കിവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ പറ്റുമോ? നവീനോ നവീന്റെ വീട്ടുകാരോ എന്നെ കണ്ടു കഴിഞ്ഞ പ്രശ്നമാവില്ലേ? ഇത്രയും കാലം നമ്മൾ ചെയ്തതൊക്കെ അവര് കണ്ടുപിടിക്കില്ലേ? മമ്മി അങ്ങനെ ഒന്ന് ആലോചിക്കും. മമ്മി, മോളൊരു കാര്യം ചെയ്യ്, വീട്ടിലേക്ക് പൊക്കോ. ഞാൻ തനിച്ചൊന്നും പോവില്ല. വാശി കാണിക്കല്ലേ ഗാതെ. നമ്മൾ എങ്ങനെ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചില്ലേ നീ? ഞാൻ എങ്ങനെ ഇവിടുന്ന് പോരുന്നത്? അതൊരു മമ്മിക്ക് എന്താ? എന്റെ അവരുടെയും കൺമുന്നില് എന്റെ മകളായി നീയാണ് അവിടെ കിടക്കുന്നത്. അപ്പൊ പിന്നെ എനിക്കെങ്ങനെ നിന്റെ അടുത്ത് മാറി നിൽക്കാൻ പറ്റുന്നേ? മമ്മി, ഞാൻ പറയുന്നതൊന്ന് മനസ്സിലാക്ക്. ഗാതെ, ദേ എല്ലാവരും അവിടെ നിപ്പുണ്ട്. അവരുടെയൊക്കെ മുന്നില് ഒട്ടും സ്നേഹമില്ലാത്തൊരു അമ്മയായിട്ട് മാറാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാനിവിടെ ഉണ്ടായേ പറ്റൂന്ന്. അയ്യോ, അമ്മേ. ഡോക്ടർ, എന്താ പറ്റിയെന്നറിയില്ലല്ലോ. എന്തിനാ ഈ ഓട്ടവും ചാട്ടവും ഒക്കെ? ഡോക്ടർമാരുടെ കാര്യം ഇങ്ങനെയാ. എന്താന്ന് ചോദിച്ചാ ഒന്നും പറയത്തില്ലെന്നേ. ദുബായ് മാമ, എന്താ പ്രശ്നം? അറിഞ്ഞൂടാ മോളെ. ആരെങ്കിലും പുറത്തേക്ക് വന്ന് പറഞ്ഞാലല്ലേ. ഡോക്ടർ, എന്താ പറ്റിയേ? പെട്ടെന്ന് ഗാഥയുടെ കണ്ടീഷൻ ഒരല്പം മോശമായി. കുറേയധികം ബ്ലഡ് ലോസ് ആയിട്ടുണ്ട്. പകരം ബ്ലഡ് നൽകേണ്ടി വരും. അതിനുള്ള കാര്യങ്ങൾ നോക്കിക്കോളൂ. ഡോക്ടർ, ബ്ലഡ് കൊടുക്കാൻ ഞങ്ങൾക്ക് 3-4 പേർക്ക് കഴിയും. ഓക്കെ, വെരി ഗുഡ്. വേറൊരു പ്രോബ്ലം കൂടിയുണ്ട്. ഗാഥയ്ക്ക് ന്യൂമോണിയ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഇനിയും കുറയുവാണെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യേണ്ടി വരും. സോ ബ്ലഡ് എപ്പോഴും കരുതി വെക്കേണ്ടതായിട്ടും വരും. അത് കുഴപ്പമില്ല ഡോക്ടർ, വേണ്ടത് ചെയ്തോളാം. ഡോക്ടർ, സത്യം പറയണം, ഈ പറയുന്നല്ലാതെ വേറെ എന്തെങ്കിലും? ഞാൻ കാര്യങ്ങളൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ട്. നിങ്ങളൊക്കെ മുതിർന്ന വ്യക്തികളല്ലേ, നിങ്ങളോട് എന്തിനാ മറച്ചു വെക്കുന്നേ? പേഷ്യന്റെ പ്രസന്റ് കണ്ടീഷൻ ഇങ്ങനെയാ.
എനിവേ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. എന്തൊരു കഷ്ടം ഇത്. ഇത്ര വലിയ ആക്സിഡന്റിന്റെ കൂടെ ന്യൂമോണിയ കൂടി. മാം, മാമിനെ കുറച്ചു നേരം മാറിയിരുന്നൂടെ? കുറച്ചു നേരം അവിടെ പോയി ഇരിക്കൂ സിത്താരെ. സിത്താരയുടെ മാനസികാവസ്ഥ എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാവുന്നല്ലേ ഉള്ളൂ. മേഡം, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. ഗാഥ പരിപൂർണ്ണ സുഖാവുന്നവരെ ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും. മേഡത്തിന് എന്നെ വിശ്വസിക്കാം. ദുബായ് മാമ, നമ്മള് അമ്മയെ അറിയിക്കാതിരിക്കുന്നത് മോശമായിരിക്കും തോന്നുന്നു. ഒന്ന് വിളിച്ച് പറഞ്ഞേക്കാം. നീയൊന്നും മിണ്ടാതിരിക്കും മോളിക്കുട്ടി. ഇങ്ങനൊരു കാര്യം പറഞ്ഞാ തങ്കം പിന്നെ ബാക്കി ഉണ്ടാവുമോ? ഇപ്പൊ പറയൊന്നും വേണ്ട. ആദ്യം ഒന്ന് മെച്ചമാവട്ടെ, അതിനുശേഷം പോയി കൊണ്ടുവരാം. അല്ല, അതുവരെ എന്തു പറയും? തങ്കോ, എടുക്കാൻ മടിക്കണ്ട. അമ്മയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ അത് തന്നെ ധാരാളം. എന്താ തങ്കം? ഗോപാലൻ, നിങ്ങൾ എവിടെയാ? പിന്നെ കച്ചവടം കഴിഞ്ഞപ്പോ കുറച്ച് വൈകി. ഞങ്ങളെ അങ്ങോട്ട് വരെ ഇത്തിരി വൈകും. എന്നോട് കള്ളം പറയണ്ട. ഞാൻ സിറ്റിയിലുണ്ട്. സിറ്റിക്കകത്തോ? എന്റെ മോൾ ഏത് ആശുപത്രിയിലാ കിടക്കുന്നേ? എന്താ, കൃഷ്ണമോള് കിടക്കുന്ന ആശുപത്രിക്ക് പേരില്ലേ? ഉണ്ട്. എന്നാ പറ. KK ഹോസ്പിറ്റൽ. അതെ, ഞാനങ്ങോട്ട് വരുന്നുണ്ട്.